ഇവനും ഈ പെൺകുട്ടിയും തമ്മിൽ റോഡിൽ വെച്ച് രാത്രി ഒരു ആർഗ്യുമെൻ്റ് നടക്കുകയാണ്. എന്നിട്ട് അവൾ അവൻ്റെ അടുത്തുനിന്ന് പിണങ്ങി പോവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ കാഴ്ചയൊക്കെ നല്ല രീതിയിൽ മങ്ങി തുടങ്ങുന്നുണ്ട്. അവന് വഴിയൊന്നും ഒട്ടും കാണാൻ പറ്റാത്തൊരവസ്ഥ വരാണ്. നല്ല രീതിയിൽ അവൻ്റെ കാഴ്ചയെല്ലാം ബ്ലറായി പോകുന്നുണ്ട്. അങ്ങനെ അവൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കാഴ്ച മങ്ങുന്നതായിട്ട് അവന് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു. കാഴ്ച മങ്ങുന്ന സമയത്ത് ഒട്ടും തന്നെ അവന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ആളുകളുടെ ഫേസൊന്നും ഒട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു അവന്. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് അവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അവൻ്റെ കണ്ണിൽ. അവസാനം ഡോക്ടർ പറയാണ്, നിൻ്റെ കണ്ണിൽ ഒരു പോയിസൺ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ പോയിസൺ നിൻ്റെ റെറ്റിനയെ ബാധിച്ചിട്ടുണ്ട്. അത് കാരണമാണ് നിനക്ക് കാഴ്ച മങ്ങുന്നതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നീ ഉടനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നീ ബ്ലൈൻഡ് ആവും എന്നൊക്കെ ഡോക്ടർ പറയണം. അതുകൊണ്ട് നീ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്. അവനത് കേൾക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥനാവുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും അവൻ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ വെച്ച് അവന് പെട്ടെന്ന് വീണ്ടും കാഴ്ച ബ്ലറാവുകയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ അടുത്ത് അവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓഫീസിലുള്ള ആരടുത്തും അറിയിക്കരുത്, അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പൊസിഷനിൽ നിന്ന് പിന്മാറേണ്ടി വരും. അതുകൊണ്ട് നീ ആരടുത്തും പറയില്ലെന്ന് പറയാണ്. എനിക്ക് എൻ്റെ ഓഫീസ് റൂമിലോട്ട് പോകാനുള്ള വഴി നീ കാണിച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൂടെ അവൻ പോവാണ്. അങ്ങനെ ഇതൊന്നും ആരും അറിയാതെ അവൻ മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുമ്പോട്ട് പോകുന്തോറും അവൻ്റെ കാഴ്ച കൂടുതൽ കൂടുതൽ മങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു ദിവസം അവൻ ഈ പെൺകുട്ടിയുടെ കൂടെ അവൻ ഓഫീസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ അവിടെ എത്തപ്പോഴത്തേക്കും അവൻ തട്ടി വിടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴവൾ അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അങ്ങനെ താഴെ ഇറങ്ങാൻ പോകുന്ന സമയത്ത് അവൾ ഓഫീസ് റൂമിലെ കീ എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് തിരിച്ച് പോകുന്നത്. പക്ഷേ ആൾക്കാർക്ക് സംശയം തോന്നുമെന്ന് കരുതി അവൻ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി ആൾക്കാർക്കൊക്കെ സംശയം തോന്നുന്നുണ്ട്. കാരണം ഇവൻ വളരെ പതുക്കെയാണ് നടന്നു വരുന്നത്. അത് കാണുമ്പോൾ ആൾക്കാർ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവൻ്റെ അടുത്ത്. ഒരുവിധം അവരെയൊക്കെ പറഞ്ഞ് ഇവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് അവൻ സ്റ്റെപ്പ് തറയിലോട്ട് വീഴാണ്. അങ്ങനെ ഓഫീസ് സ്റ്റാഫുകളെല്ലാം കൂടി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവർക്കും കൺഫ്യൂസ് ആവുകയാണ് എന്ത് പറ്റുന്നത്. എല്ലാവരും അടുത്ത് വരുമ്പോഴത്തേക്കും അവൻ തെറ്റിദ്ധരിക്കുകയാണ്. അവൻ ആരെയും മുഖം മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ രീതിയിൽ അവൻ്റെ കാഴ്ച മങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ആൾക്കാരുടെ പേരൊക്കെ തെറ്റായിട്ട് പറയുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നുകയും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവൻ ബ്ലൈൻഡായി പോയി എന്നുള്ള കാര്യം എല്ലാവരും അറിയുകയാണ്. അങ്ങനെ അവൻ്റെ പൊസിഷനിൽ നിന്ന് അവനെ നീക്കം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവൻ വീട്ടിൽ വളരെ വിഷമത്തിലിരിക്കുകയായിരുന്നു. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവുന്നുണ്ട്. അവൻ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ടേബിളിൽ അവൻ്റെ കപ്പ് തപ്പുന്ന ഇടയിൽ അവന് കപ്പ് കിട്ടുന്നില്ലായിരുന്നു. ഉടനെ ആദ്യം ഇവർ തമ്മിൽ വഴക്കുണ്ടായ പെൺകുട്ടി അവിടെ വരികയും അവൻ ആ കപ്പ് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, എന്നെ കളിയാക്കാനാണോ നീ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ അവനെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവൻ അത് തെറ്റായ രീതിയിൽ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട് അവളെ എണീച്ച് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ അവൻ്റെ കാല് തട്ടുകയും കാല് വേദനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവൾ അവൻ്റെ കാല് തടവി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾ ഓരോ കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നിങ്ങളെ കളിയാക്കാനല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിൻ്റെ സഹതാപം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ ബ്ലൈൻഡായി എന്നുള്ള കാര്യം ന്യൂസിലൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇവൻ്റെ എല്ലാ പൊസിഷനിൽ നിന്നും ഇവനെ മാറ്റാണ്. കാരണം ഇവൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓഫീസിലുള്ള എല്ലാ പൊസിഷനിൽ നിന്നും അവനെ മാറ്റാണ്. അവൻ വളരെ ഡിപ്രസ്ഡായിട്ട് ഇരിക്കുകയായിരുന്നു. അവൻ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ വളരെ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. കാരണം അവൻ പെട്ടെന്ന് കാഴ്ച മങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവനൊന്നും തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം ഒന്നേന്ന് പരിശീലിപ്പിച്ച് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവൾ അവനെ സഹായിക്കാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. കാരണം അവൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇവൾക്ക് അവനോട് സിമ്പതിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇവനെ കളിയാക്കാനാണ് വന്നത് എന്നൊക്കെയുള്ള ഒരു മൈൻഡാണ് ഇവനുണ്ടായിരുന്നത്. പക്ഷേ അവൾ സഹായിക്കാനായിരുന്നു അവൾ വന്നത്. അവളെ മൈൻഡിൽ വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവസാനം അവൻ കുറേശ്ശെ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ഓൺഗോയിങ് ചൈനീസ് ഡ്രാമയാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ എപ്പിസോഡ് കാണണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെയുള്ള സമ്മറി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് അവനിനി അഡ്ജസ്റ്റ് ചെയ്തേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ഒന്നേന്ന് പരിശീലിക്കേണ്ടി വരും. ആ എപ്പിസോഡൊക്കെ ഇനി കാണുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.